മലപ്പുറത്തെ പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവിൽ ആശങ്ക വേണ്ടെന്ന നിലപാടിലാണ് ഇരു മുന്നണികളും. വൻ ഭൂരിപക്ഷം നേടി വിജയം ഉറപ്പെന്ന് ലീഗ് ആവർത്തിക്കുമ്പോൾ അടിയൊഴുക്കുകളിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. അതിനിടെ മഞ്ചേരിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന ആരോപണവുമായി LDF സ്ഥാനാർത്ഥി വി വസീഫ് രംഗത്തെത്തി. 75.49% വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് പോൾ ചെയ്തത്. അവസാന കണക്ക് പ്രകാരം ഇത്തവണത്തെ പോളിംഗ് 73%. 2% നേരിയ വ്യത്യാസം പോസ്റ്റൽ വോട്ടുകളും വീട്ടിലെ വോട്ടുകളും കൂടി എത്തുമ്പോൾ മറികടക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും കണക്ക് കൂട്ടൽ. കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പോളിംഗ് ശതമാനം തങ്ങളുടെ ഭൂരിപക്ഷം നിലനിർത്താൻ സഹായിക്കുമെന്നാണ് ലീഗിന്റെ നിലപാട്. 2021 നേടിയ 2,60,000 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടായില്ലെങ്കിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ലെന്നാണ് ലീഗ് കേന്ദ്രങ്ങൾ പറയുന്നത്. രാഹുൽ ഗാന്ധി ശബരിമല ഫാക്ടറികൾ ഇത്തവണ ഇല്ലെങ്കിലും മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് ലീഗ് ആവർത്തിക്കുന്നതും. എന്നാൽ ശക്തമായ അടിയൊഴുക്കുണ്ടാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട്. സമസ്ത ലീഗ് തർക്കവും സാമുദായിക വോട്ടുകളിലെ വിള്ളലും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. പൗരത്വ ഭേദഗതി നിയമം മണ്ഡലത്തിൽ സജീവ ചർച്ചയായതും അനുകൂലമാകുമെന്ന പ്രതീക്ഷ LDFനുണ്ട്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടോട്ടി, മലപ്പുറം നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് വേങ്ങരയിലും. ആരുടെ വോട്ടുകളാണ് ബൂത്തുകളിൽ എത്താതെ പോയതെന്ന് കണക്ക് കൂട്ടിയും കിഴിച്ചും നോക്കുകയാണ് ഇരു മുന്നണികളും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.